ഞാനൊരു പാർട്ടിയിലും പാർട്ടിയുടെ അനുഭാവിയോ പാർട്ടി പ്രവർത്തകനോ ഒന്നുമല്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്തായാലും ഞാനും എൻ്റെ കുടുംബവും കഷ്ടപ്പെട്ടാലേ എൻ്റെ വീട്ടിൻ്റെ അടുപ്പ് പുകയും. അതിൽ കഞ്ഞിയായാലും ചോറായാലും ബിരിയാണി ആയാലും വെക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം, ജോലി ചെയ്യണം. അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടോ രാഷ്ട്രീയ പാർട്ടീൻ്റെ കൂടെ നടന്നിട്ടോ ഒരു കാര്യമില്ലാത്തതാണ്. പക്ഷേ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നിപ്പോയി. വിഷമം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ മൊത്തത്തിൽ കേരളത്തിലുള്ള ആൾക്കാരെന്ന് ചിന്തിച്ച് പോയതാണ്. ഇത്രയും കാലം വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്ന് ഒരിക്കലും ചതിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒറ്റപ്പെടുത്തില്ല എന്ന് കരുതിയ ആൾക്കാർ നേരെ അവർ തന്നെയാണല്ലോ നേരെ മറച്ച് കുത്തിയിട്ട് മറ്റൊരു പാർട്ടിയെ ജയിപ്പിച്ചത്. അത് ഒരിക്കലും പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പകുതിയായാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. നേരെ ഡബിള്, അതായത് ഒരു പാർട്ടി എന്ന് പറയുന്നില്ല, ഒരു ടീമിൻ്റെ അംഗം തന്നെ, അതായത് ഒരു ടീം ഇത്രയധികം വിശ്വസിച്ചവരെ ചതിക്കും എന്ന് പറയുന്നത് ഇതാണ്. ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല എന്നും പറയുന്നതിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടത്. എന്തായാലും ഇത് വളരെ മോശമായിപ്പോയി. ഇത്രയധികം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അത്രയധികം പ്രതീക്ഷയിലുണ്ടായ ആൾക്കാർ തന്നെ നേരെ മറച്ചിട്ട്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോകരാജ്യം അംഗീകരിച്ചതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ. ആ ടീച്ചറെ പോലും ഇങ്ങനെ ഒന്നുമല്ലാത്ത തരത്തിൽ അവർ ഇത്രയും കോവിഡ് കാലം, അത് നിപ്പ, ഇങ്ങനെയുള്ള പല പ്രതിസന്ധിയിലും അവർ ജനങ്ങൾക്ക് വേണ്ടി എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്, എത്രമാത്രം നന്മ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ലോകരാജ്യം അംഗീകരിച്ചാണ്. അപ്പോൾ അവരെ പോലും നേരെ താഴെയിട്ട് പൊട്ടിച്ച് ഒരു രക്ഷയില്ല. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയത് ഇതാണ്. നമ്മുടെ സ്വന്തം ശൈലജ ടീച്ചർ. ഞാൻ ഇപ്പോഴും പറയുന്നത് ആരോഗ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശൈലജ ടീച്ചർ എന്ന് മാത്രമേ പറയൂ. എന്തായാലും അവരോടും ഈ ചതി ചെയ്തത് അത് തീരെ ഒട്ടും ശരിയായില്ല എന്ന് ഉള്ള ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. എന്തായാലും എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഞാൻ ഒരു പാർട്ടിയിലും അംഗമല്ല. എനിക്ക് വോട്ടുണ്ട്, അത് ഞാൻ പോയി ചെയ്തു, അത്രയേ ഉള്ളൂ. എന്തായാലും വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി നമ്മുടെ ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് ആര് ഭരിച്ചാലും നമുക്ക് ഒരിക്കലും തൃപ്തിയാവില്ല. നമ്മുടെ ഈ ജനങ്ങൾ, കേരളത്തിലുള്ള ജനങ്ങൾക്ക് ആര് ഭരിച്ചു കഴിഞ്ഞാലും തൃപ്തിയാവില്ല. എപ്പോഴും എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവർ ശരിയില്ല, അവർ പറ്റിച്ചു. ഇതാണ് ഒരിക്കലും തൃപ്തിയാവാത്തൊരു ജനതയാണ് കേരളത്തിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലരും ഭരിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. ആര് ഭരിച്ചാലും ഒരിക്കലും തൃപ്തിയാവില്ല.